ഹലോ നാട്ടിലെ കലാസ്നേഹികൾ, ഇന്നൊരു ലേസി ബിസി ഡേ ആണ്. സത്യം പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് വെക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ശരീരം അനുവദിക്കുന്നില്ല. പ്രായം കൂടുന്തോറും ശരീരത്തിൻ്റെ ഇതൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ എന്തായാലും രാവിലെ നേരം വെളുക്കണതിന് മുന്നേ ഡ്യൂട്ടിക്ക് പോയി. ഇത് ഇന്ന് നമുക്ക് ലേബർ റൂമിൽ ഡ്യൂട്ടിയാണുള്ളത്. അപ്പോൾ നേരം വെളുക്കണതിന് മുന്നേ പോയിട്ട് സൈനൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലെ യൂണിഫോമൊക്കെ മാറ്റണം. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാലും കുറച്ച് ബിസ്ക്കറ്റുമാണ് കഴിച്ചത്. ഞങ്ങൾ ലേബർ റൂമിൽ പോസ്റ്റിംഗ് ആണ്. അവസാനത്തെ കോമ്പൻസേഷൻ അല്ലേ എന്തോ ഒരു പോസ്റ്റിംഗ് ആണ്. അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള. ഞങ്ങൾ ചിപ്സ് കഴിക്കുകയാണ്. ബ്രേക്ക് ടൈം പുതിയ ചിപ്സ് ആണ്. നല്ല പണിയും അതുപോലെ തന്നെ നല്ല വിശപ്പുണ്ട്. ഇപ്പോൾ ഉച്ചയായി, സമയം 12:30 അടുത്തിരിക്കുകയാണ്. അപ്പം കോളേജ് ബസ് എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഊണ് കഴിച്ചിട്ട് പോകണം. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലാണ് നമ്മൾ ഊണ് കഴിക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും വീട്ടിൽ നിന്നൊന്നും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ കമ്പൈനായിട്ട്, അതായത് പൈസ കണ്ടിട്ട് നമ്മൾ ഊണ് മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഊണെന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആൻഡ് കിഡ്ലോസ്കി ഊണാണ്. പപ്പടമുണ്ട്, പപ്പടം ഞാൻ ചിലപ്പോഴേ കഴിക്കത്തുള്ളൂ. പിന്നെ തൈര്, മോര്, പരിപ്പ് കറി, പിന്നെ കോവയ്ക്ക മെഴുക്ക് വരട്ടി, സാമ്പാർ, അച്ചാർ ഞാൻ തൊടുന്നില്ല. കാരണം എനിക്ക് അൾസർ പോലത്തെ ഒരു ചെറിയൊരു ഇഷ്യൂ ഇടയ്ക്ക് വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാർ കഴിക്കാനൊക്കെ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വകന്ന് വെച്ചിരിക്കുന്നത് ഞാൻ കഴിക്കാൻ പോകുന്ന കുറച്ച് പോർഷൻ ചോറാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ചോറ് ഇട്ടാൽ മതി എന്ന് പറയുന്നതിന് മുന്നേ ഒരുപാട് ചോറ് ഇട്ടു. അപ്പോൾ പിന്നെ തിരിച്ചെടുത്ത് ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കഴിക്കാമെന്നാണ് വിചാരിക്കണേ. ഞാൻ ശരിക്കും ചോറ് ഞാൻ കഴിക്കത്തില്ല. ഞാനൊരു കൈപ്പിടി ഒതുങ്ങുന്ന അത്ര ചോറ് മാത്രം ഉച്ചയ്ക്കായിരുന്നാലും എപ്പോൾ കഴിച്ചാലും കഴിക്കത്തുള്ളൂ. കാരണം നമുക്ക് നമ്മുടെ ശരീരത്തിന് അത്രേ ആവശ്യമുള്ളൂ. എന്നിട്ട് കറി ഞാൻ കൂടുതൽ കഴിക്കും. അതായത് നമ്മൾ ഈ തൈരും കോവയ്ക്ക മെഴുക്കുവരട്ടൊക്കെ ഞാൻ അപ്പുറത്തെ പ്ലേറ്റിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചു. ആക്ച്വലി ഇത് കോവയ്ക്ക പ്ലസ് നമ്മുടെ ബീൻസും കൂടെ ഒക്കെ ഇട്ടിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. മെഴുക്കുവരട്ടില്ല, ശരിക്കും പറയുന്നത് തോരൻ പോലെ എന്തോ ഒരു കറി, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം മീനുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് മീൻ കഴിക്കുമ്പോൾ എനിക്ക് ഒരുമാതിരിയാവും. എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കണേന് എനിക്കിഷ്ടം. അതുകൊണ്ട് മീൻ ഞാൻ തൊട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് സാമ്പാറും കൂടെ ഒഴിച്ച് കുറച്ചും കൂടെ ഞാൻ ചോറ് കഴിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ വൈവയ്ക്ക് പഠിക്കാൻ പോവാണ്. ക്ലാസ്സിൽ നിന്നിട്ട് നമ്മൾ വൈവ പഠിക്കാൻ പോവാണ്. അതെ, ഇവിടെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും. നീ എന്ത് പകുതി മാത്രം എടുക്കും. ഉറക്കത്തിൽ നിന്ന് എണീറ്റിരിക്കുകയാണ്, പഠിച്ചു ഉറങ്ങി. ഞാൻ എല്ലാത്തിനെയും വന്ന് എണീപ്പിച്ചു. അപ്പൊ നമുക്ക് ന്യൂബോൺ കെയർ പഠിക്കാൻ പോയത്. ഓക്കെ, നേരം വെളുക്കുന്നതിന് മുന്നേ ഉള്ള ഡ്യൂട്ടിയും അതുപോലെ തന്നെ അവിടെ നല്ല പണിയും എല്ലാം കൂടി, അതിൻ്റെ കൂടെ പഠിക്കണം, അതെല്ലാം കൂടി ഒരു കൊലഞ്ഞ കുഴമ്പ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വൈവയൊക്കെ പറഞ്ഞ് ഞാൻ തീർത്തു എങ്ങനെയെങ്കിലുമൊക്കെ. അതിനുശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. പുറത്തുനിന്നൊരു കോഫിയും നൂഡിൽസ് പ്ലാൻഡ് അല്ലായിരുന്നു, പക്ഷേ മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല വിശപ്പായിരുന്നു, എന്ന് വെച്ചാൽ നല്ല വിശപ്പായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് ഞാൻ കുറച്ച് പോഷൻ മാത്രമേ എടുത്തുള്ളൂ. എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എൻ്റെ ഫ്രണ്ടിനാണ് ഞാൻ കൂടുതൽ പോഷൻ ഇതിൽ കൊടുത്തത്. എന്നിട്ട് ചിക്കനൊക്കെ നമ്മൾ കുറച്ചധികം അതിൽ നിന്നൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കോഫിയും കുടിച്ചു. ഞാനിപ്പോൾ കോഫി അധികം ഞാൻ കുടിക്കാറില്ല. ഏതെങ്കിലും ഒരു ടൈം മാത്രം എങ്ങനെയെങ്കിലും ചിലപ്പോഴൊക്കെ മാത്രമേ കുടിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഗൈസ് ഇന്ന്. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേനും ഒരു വട കണ്ട്. എനിക്കാണെങ്കിൽ പരിപ്പോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവനാണ്. പരിപ്പോടെ കട്ടൻ ചായ ഞാൻ മരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതും കഴിച്ച് ഒരിക്കലും തൈരും കുടിച്ച് ഞങ്ങൾ തുടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ എടുക്കണമെങ്കിൽ മറന്നുപോയി ഗൈസ് ഇടയ്ക്കൊക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.